ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നു? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിലേക്ക് വന്നിട്ട് കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ചെറിയൊരു പുകയൊക്കെ പുകച്ച് ജസ്റ്റ് അവിടെ തുടച്ച് ജനലൊക്കെ അങ്ങനെ തുറന്നിട്ട് ചെറിയ മഴക്കാറൊക്കെ ഇത്. അപ്പോൾ അടുപ്പത്ത് അരിക്ക് വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു. അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, ചോറ്. പിന്നെ തേങ്ങ പൊട്ടിക്കണം എനിക്ക് എപ്പോഴും പേടിയാണ്. എല്ലാവരും ഒറ്റയടിക്കൊക്കെ പൊട്ടിക്കുന്നതാണ്. പക്ഷേ എനിക്ക് ഒത്തിരി പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ട് കൈ ഇങ്ങനെ ഇറുകി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി, ചോരയൊക്കെ വന്നിട്ടാണ്. അപ്പോൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവണേന് കടല വറുത്തരച്ച് വെക്കാൻ വേണ്ടിയാണ്. കടല വറുത്തരച്ചതും പിന്നെ കലക്കി ചൂടുന്ന അപ്പമില്ലേ, മലപ്പുറംകാരുടെ. ഞാൻ മലപ്പുറംകാരിയൊന്നുമല്ല, പക്ഷേ അതെനിക്ക് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യണതാണ് കേട്ടോ. ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് ഓർത്ത് അതിൻ്റെ ഇടയിൽ കരണ്ടൊക്കെ പോയി. ഇനി ചോറ് ഊറ്റണേനെ എല്ലാവരും ചെയ്യണതാണ് അരിപ്പയിൽ. അതെനിക്കങ്ങനെ സക്സസ് ആവാറില്ല. എനിക്ക് ഇങ്ങനെ ഊറ്റണം, വടിക്കലത്തിൽ. ഞങ്ങളിവിടെ എറണാകുളംകാർ വടിക്കലത്തിൽ വടിച്ചിടുക എന്നാട്ടാ പറയുന്നത്. ചിലവർ അടക്കുക എന്നൊക്കെ പറയണേ. പിന്നെ ഞാൻ കുറച്ച് ഉണക്കച്ചെമ്മീൻ ഉണ്ടായിരുന്നു, അത് കിള്ളിയത് മുഴുവൻ കഴുകി വൃത്തിയാക്കി വെച്ചു. തേങ്ങ ചെറിയതും ഉള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടി ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, വറുക്കാൻ വേണ്ടി. അപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കുപ്പിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷോർട്സിൽ. കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ലേശം നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണേ. അപ്പോൾ തന്നെ പ്ലേറ്റ് കഴുകി കൊടുക്കണം. കുറേ ആയാൽ എനിക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തേങ്ങ അവിടെ കിടന്ന് മൂക്കട്ടെ. തേങ്ങ മൂത്ത് വന്നപ്പോഴത്തേക്കും ഇച്ചിരി മല്ലിപ്പൊടി, ലേശം ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഇളക്കിയെടുത്ത്, അപ്പോൾ അതൊക്കെ അപ്പം തന്നെ അങ്ങ് വെച്ചില്ലെങ്കിൽ പിന്നെ അവിടെ ഇരുന്നാൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഇളക്കിയെടുത്ത് മൂത്ത് വന്നത് ആറാൻ വെച്ച്, ആറി കഴിയുമ്പോഴത്തെ അരച്ചെടുക്കാം. അരക്കണ ഞാനതിൽ കാണിക്കണല്ലോ കേട്ടോ, എൻ്റെ ഫോണിൻ്റെ ചാർജ് ഓഫായി പോയാണ്. പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഈ ഉണക്കച്ചെമ്മീൻ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചൂടാക്കി എടുത്താൽ മതി വെറുതെ. ഞാനപ്പോൾ ടേസ്റ്റിന് വേണ്ടി ഉപ്പ് തിരുമ്മിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. അത് മൊത്തം പൊരിച്ചെടുത്ത് നല്ലോണം മതിയണമെന്നില്ല, നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്ന് വെന്താലും മതി. അപ്പോൾ അത് മൊത്തം പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ സവാളയും തക്കാളിയും കൂടി അരിയാൻ വേണ്ടിയിട്ട്, ഉണക്കച്ചെമ്മീന് വേണ്ടി സവാള നേരിയതായിട്ട് അരിഞ്ഞ് തക്കാളിയും അരിഞ്ഞ്, എനിക്ക് ഈ ചോപ്പറിലും ഇങ്ങനെ അരിയുമ്പോഴത്തേക്ക് നൈസായിട്ട് കിട്ടുമേ സവാള. ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വേപ്പിലെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ സവാള ഇട്ട് ലേശം ഉപ്പ് ഇട്ട് ഇളക്കിയെടുക്കും. അത് വാടി വരുമ്പോഴത്തേക്കും വാടി വരുമ്പോഴത്തേക്കും തക്കാളിയും കൂടി ഇട്ട് അത് നല്ലോണം വഴന്ന് വരുമ്പോൾ നമുക്ക് അത് വാടി വരാൻ വേണ്ടി ഇടാം കേട്ടോ. അത് വഴന്ന് വന്നപ്പോഴത്തേക്കും ഇടിച്ച മുളകുണ്ടല്ലോ, മുളക് പൊടി ഇട്ടാലും മതി. പക്ഷേ ഇവിടെ എല്ലാവർക്കും ചതച്ച മുളകിനോ താല്പര്യം, ഹസ്ബൻഡിനൊക്കെ. അപ്പോൾ ചതച്ച മുളക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ആ പച്ചമണം മാറണ വരെ ഒന്ന് ഇതാക്കിയെടുത്തിട്ട് ഈ പൊരിച്ച് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാവേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വേറെ ടൈപ്പിലും ഉണ്ടാക്കും, ഇത് നല്ല ടേസ്റ്റാണ്. തക്കാളിയുടെ പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇന്ന്, ഗ്യാസും തീർന്നു. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നിയത്, പിള്ളേർക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
കുഴപ്പമില്ല. ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാത്തവരോടൊന്ന് ചെയ്ത് നോക്കിട്ടാ, നല്ല രുചിയാണ്. എന്നിട്ട് അഭിപ്രായം പറയണേ. ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി ആ ചെമ്മീൻ അങ്ങനെ മൊരിയാനുണ്ടെങ്കിൽ മൊരിഞ്ഞോട്ടെ എന്ന് ഓർത്തിട്ടാ. ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ്. എന്നാലും ഇനി എണ്ണ പോരാണ്ട് ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കണ്ട. പൊളിച്ച്. പിന്നെ അതേ ഞാൻ ആ വറുത്തരച്ചതൊക്കെ കൊണ്ടുവന്ന് കടലയുടെ ഇതിലോട്ട് ഒഴിക്കാനാണ്. അതൊഴിച്ച് ജസ്റ്റ് ഒന്ന് ചെറിയ തവ പോലെ തിളച്ചിട്ട് കടുകും വേപ്പിലയും കൂടി വറുത്തിടുന്നുണ്ട്. അപ്പോൾ കടലക്കറി വളരെ സെറ്റായി. ഇനി ഞാൻ അപ്പം കലക്കി ചുടുന്നപ്പം ഉണ്ടാ, അത് തേങ്ങ വെച്ചൊക്കെ ആൾക്കാർ ചെയ്യണ കാണാം പച്ചരി വെള്ളത്തിലൊക്കെ. ഞാനിപ്പോൾ അപ്പപ്പൊടിയിൽ നിറവറയുടെ അപ്പപ്പൊടിയിൽ കുറച്ച് ലേശം വെള്ളം ഉപ്പും കൂടി, ലേശമല്ല അത്യാവശ്യം വെള്ളം വേണം. ഭയങ്കര ലൂസായിട്ടും പാടില്ല, ടൈറ്റായിട്ടും പാടില്ല, എന്നാൽ അത്യാവശ്യം ലൂസ് വേണം. അതൊക്കെ ചുട്ടെടുത്ത് പിള്ളേർക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കുന്നതാണ് കേട്ടോ. അധികം കറികളൊന്നുമില്ല. ഉണ്ടാക്കാൻ ഞാൻ നന്നായി പകുതിക്കിട്ടായി പോയേനെ, ഗ്യാസ് തീർന്നായിരുന്നു. ഇപ്പോൾ ചോറ് കിട്ടാൻ വേണ്ടി നെല്ലിക്ക അച്ചാർ എടുത്ത് വെച്ച്, പിന്നെ ചെമ്മീൻ ഇങ്ങനെ ഉണക്ക ചെമ്മീൻ റോസ്റ്റ് ചെയ്തതും എടുത്ത് കെട്ടി അതങ്ങനെ മാറ്റി വെച്ച്. 3 പേരുടെയും വേണം, 3 പേർക്കും വേണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്ക് അവിടുത്തെ കറി പറ്റുന്നില്ല. ചില ദിവസമൊക്കെ ഞാൻ കൊടുത്തു വിടുള്ളൂ, എല്ലാ ദിവസമൊന്നും കൊടുത്തു വിടാറില്ല. അവിടത്തേക്ക് തിന്ന് പഠിക്കണ്ടേ മക്കൾ. അപ്പോൾ മൂത്ത ആൾക്ക് ഇച്ചിരി എരിവൊക്കെ വേണ്ട കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ സ്കൂളിൽ എരിവിടാണ്ടൊക്കെയല്ല ഉണ്ടാക്കണം, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ചുടുവിന് കുറച്ച് ചോറ് മതി എന്ന് പറഞ്ഞേ. ഉനുവിൻ്റെ ചോറ് ഓൾറെഡി എടുത്ത് വെച്ച്, പുപ്പുവിൻ്റെ ചോറ് എടുത്ത് വെച്ച്, നെല്ലിക്ക അച്ചാറും എടുത്ത് വെച്ച്. ഇതിപ്പോൾ ഷെഹബൂൻ്റെ കേട്ടോ. ചുടുവിൻ്റെയും പുപ്പുവിൻ്റെയും കഴിഞ്ഞു. ഇവരാണ് എരിവിൻ്റെ ആൾ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് അത് കെട്ടി അങ്ങോട്ട് മാറ്റി വെച്ച്. അതിൻ്റെ ഒരു ലോക്ക് പൊട്ടിച്ചിട്ട് വന്നേക്കണേ. അപ്പോൾ അത് അവൻ കർച്ചീഫ് കൊണ്ടുപോകാറില്ല, ടവല് കൊണ്ടുപോകാറില്ല, അത് കെട്ടി വിടണ്ടേ. അപ്പോൾ പോയി ഇവന്മാർ രണ്ടുപേരും പോയിട്ടാ. അവർ ദാറുൽ-ഉലൂമിലാണ് കേട്ടോ പഠിക്കണം. പിന്നെ പുപ്പുവാണ്, പുപ്പുവിനെയും കൊണ്ടേ ആക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. പുപ്പു വേറെ സ്കൂളിലാണ്. അപ്പോൾ ബായ്, അസ്സലാമു അലൈക്കും.